യുഎഇയിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക ബേസുകളിൽ വൻ നാശനഷ്ടം വരുത്തിയെന്ന് ഇറാൻ. അൽ ദഫ്ന എയർബേസിലെ ഏർലി വാർണിംഗ് റഡാർ സംവിധാനവും അലി എഫ് സലീം എയർബേസിലെ റൺവേകളും തകർത്തുവെന്നാണ് വാദം. ജെറുസലേം, ടെൽ അവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേലി നഗരങ്ങളിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അറബ് ലീഗ് നാളെ അടിയന്തര യോഗം ചേരും. അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇന്നിപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം ഇറാനിലേക്ക് ഇന്ന് വെളുപ്പിന് മുതലുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാനും പ്രതിരോധം തീർക്കുന്നു, പ്രത്യാക്രമണം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ തങ്ങളുടെ 88 യുദ്ധവിമാനങ്ങൾ വഴി 250ഓളം യുദ്ധസാമഗ്രികളാണ് ഇറാനിലെ പല ഭാഗത്തും വിന്യസിച്ചത്. അവരുടെ ആർമി തന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത്. നിലവിലെന്നാൽ ഇറാൻ പ്രത്യാക്രമണം ശക്തമായി തന്നെ നടത്തുന്നു എന്നാണ് വിവരമുള്ളത്. അതായത് ഇസ്രായേലിലേക്കും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഈ ആക്രമണം നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലുള്ള US സൈനിക കേന്ദ്രങ്ങളെ, കൂടുതൽ സൈനിക കേന്ദ്രങ്ങളെ ഇന്ന് ലക്ഷ്യം വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവന പ്രകാരം UAEയിലെയും അതുപോലെ തന്നെ കുവൈറ്റിലെയും US കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. UAEയിലുള്ള അൽ ദഫ്ന എയർബേസ് കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള ആക്രമണം നടന്നു. ഇവിടെയുള്ള ഏർലി വാർണിംഗ് റഡാർ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ MQ-9 ഡ്രോണുകളുടെ മെയിൻ്റനൻസ് സംവിധാനങ്ങളും പൂർണ്ണമായിട്ടും തകർത്തു. അതുപോലെ തന്നെ നിരവധി US യുദ്ധവിമാനങ്ങളും പ്രത്യേകിച്ച് U2 വിമാനങ്ങൾ ഉൾപ്പെടെ തകർത്തതായിട്ടാണ് IRGCയുടെ ഒരു വാദമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുവൈറ്റിലെ അലി അൽ സലീം എയർബേസിലും USന്റെ അലി അൽ സലീം എയർബേസിലും ഇറാൻ ആക്രമണം നടത്തിയതായിട്ടാണ് വിവരമുള്ളത്. ഇവിടെയുള്ള റഡാർ സംവിധാനങ്ങളും ഇന്ധന സംഭരണ സംവിധാനങ്ങളും നശിച്ചു. അതുപോലെ തന്നെ 2 റൺവേകളും തകർത്തതായിട്ട് IRGC പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റ് അബുദാബിയിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിലും ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ദുബായിൽ ഒരു മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ തകർന്നു വീണ് തീപിടുത്തമുണ്ടായതായിട്ട് വിവരമുണ്ടായിരുന്നു. എന്നാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. UAE ഭരണകൂടം ഉൾപ്പെടെ ഇതിനെ സംബന്ധിച്ച് മറ്റ് ചില തെറ്റായ വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ആക്രമിക്കപ്പെട്ടു എന്നുള്ള തരത്തിൽ. എന്നാൽ UAE ഭരണകൂടം ഇത് നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എമിറേറ്റ്സ് വിമാന കമ്പനി ദുബായിലേക്കുള്ള തങ്ങളുടെ വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായിട്ട് ഒരു വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. ഉടൻ തന്നെ 100% സർവീസുകളും പുനരാരംഭിക്കുമെന്നും എമിറേറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് അറബ് ലീഗ് യോഗം നാളെ ചേരും എന്നറിയിച്ചിട്ടുള്ളത്. ഈ ആക്രമണം അത് വ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അറബ് ലീഗ് യോഗം നാളെ ചേരുന്നത്. വീഡിയോ കോൺഫറൻസ് വഴിയാകും ഈ യോഗം ചേരുക എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ യോഗത്തിന് ശേഷം പശ്ചിമേഷ്യയിലുള്ള ഈ അറേബ്യൻ രാജ്യങ്ങളുടെ പ്രതിരോധ മാർഗങ്ങൾ, അതുപോലെ തന്നെ ഇവർ സ്വീകരിക്കാൻ പോകുന്ന മറ്റ് നടപടികൾ ഉൾപ്പെടെ ചർച്ചയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇറാഖിലുള്ള കുർദിഷ് മേഖലകൾ കേന്ദ്രീകരിച്ചും ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരമുണ്ട്. ഈ കുർദിഷ് മേഖലകളിലുള്ള ചില സായുധ സംഘങ്ങൾ ഇറാൻ കേന്ദ്രീകരിച്ച് നീക്കം നടത്തുന്നതായിട്ട് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇവർ കുർദിഷ് മേഖലകളിൽ ആക്രമണം നടത്തിയതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇസ്രായേലിലും ശക്തമായിട്ട് ഇറാൻ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഉൾപ്പെടെ നടത്തി. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതുവരെ 1000 ഡ്രോണുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ചതെന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടുകൾ. ഇതിൽ മിക്കതും തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 1000 ഡ്രോണുകളിൽ 250 ഡ്രോണുകൾ മാത്രമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ഇതിലെന്നാൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിലെ നിരവധി ജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ ബങ്കറുകളിൽ ഇപ്പോഴും തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും എല്ലാം ഇസ്രായേലിൽ ഇപ്പോൾ അവധി തന്നെയാണ്. ഇന്ന് മാത്രം 8 ഡ്രോണുകളാണ് ഇസ്രായേലിലേക്ക് വിന്യസിക്കപ്പെട്ട് അത് നശിപ്പിച്ചതെന്ന് അറിയാൻ സാധിക്കുന്നു. ടെഹ്റാനിലുള്ള മെഹ്റാബാദ് എയർപോർട്ടിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ പൂർണ്ണമായിട്ടും തകർക്കുന്ന രീതിയിൽ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഇന്നലെ ടെഹ്റാനിലുണ്ടായി. ടെഹ്റാനിൽ മാത്രമല്ല
ഇറാനിലുള്ള പല നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ശക്തമായിട്ടുള്ള ആക്രമണമാണ് നടന്നത്. ഇറാന്റെ മധ്യമേഖലയിൽ മാത്രം 8 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ഇറാനിലെ ആകെ മരണസംഖ്യ 1332 ആയതായിട്ടും വിവരമുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി നടന്ന ഇത്തരം കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം ഇന്ന് ഇറാൻ നടത്തിക്കഴിഞ്ഞു. ഇതോടെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ യോഗം ചേർന്ന് അടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അജയ് സുധാബിച്ചു പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.